ഹായ് സ്റ്റുഡൻസ്, നമ്മുടെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഒന്നാമത്തെ സെമസ്റ്ററിലെ 1ഉം 2ഉം ലെസണുകൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കഴിഞ്ഞിരുന്നു. ഇനി മൂന്നാമത്തെ ലെസണാണ്, ലെസൺ നമ്പർ 3. ലെസണിന്റെ പേര് യൂണിറ്റ്സ് ഓഫ് ലെങ്ത്, ഇയർ 1, സെമസ്റ്റർ 1, മൊഡ്യൂൾ 1, ചാപ്റ്റർ 1, യൂണിറ്റ്സ്, ലെസൺ നമ്പർ 3 ആൻഡ് ലെസൺ നെയിം ഈസ് യൂണിറ്റ്സ് ഓഫ് ലെങ്ത്. കഴിഞ്ഞ ചാപ്റ്ററുകളിലായിട്ട് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊരു ക്വാണ്ടിറ്റി ആയിരുന്നു ലെങ്ത്. അതിന്റെ യൂണിറ്റ് വിവിധ സിസ്റ്റങ്ങളിൽ എന്തായിരിക്കും എന്ന് പറഞ്ഞു. ആ വിവിധ സിസ്റ്റങ്ങളിൽ നമ്മൾ എങ്ങനെ ഈ ലെങ്ത്തിന്റെ യൂണിറ്റിനെ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എങ്ങനെ അതിനെ സിസ്റ്റങ്ങളുടെ ഇടയിൽ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളത്. യൂണിറ്റ്സ് ഓഫ് ലെങ്ത്, നീളത്തിന്റെ വിവിധ യൂണിറ്റുകൾ. യൂണിറ്റ്സ് ഓഫ് ലെങ്ത്. ഒന്നാമത്, യൂണിറ്റ്സ് ഓഫ് ലെങ്ത് ഇൻ മെട്രിക് സിസ്റ്റം. മെട്രിക് സിസ്റ്റത്തിൽ ഉള്ള നീളത്തിന്റെ യൂണിറ്റുകൾ. മെട്രിക് സിസ്റ്റം, മീറ്റർ അടിസ്ഥാനമായിട്ട് വരുന്ന മെഷറിംഗ് സിസ്റ്റങ്ങളെയാണ് നമ്മൾ മെട്രിക് സിസ്റ്റംസ് എന്ന് പറയുന്നത്. ആ മെട്രിക് സിസ്റ്റത്തില് നീളത്തിന്റെ യൂണിറ്റുകൾ ഏതൊക്കെയാണ്, ആ യൂണിറ്റുകളുടെ ഇടയിലുള്ള ബന്ധം എന്താണ്, ഇതാണ് നമുക്ക് ഇതിൽ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇവിടെ നോക്കുക, യൂണിറ്റ്സ് ആർ the units of length in metric system are ഒന്ന് മില്ലിമീറ്റർ. മില്ലിമീറ്ററിൽ നമുക്കൊരു വസ്തുവിന്റെ നീളത്തിനെ പറയാനായിട്ട് സാധിക്കും. വേറൊരു യൂണിറ്റ് ആണ് സെന്റിമീറ്റർ. സെന്റിമീറ്ററിൽ നമുക്ക് നീളം പറയാനായിട്ട് സാധിക്കും. വേറൊരു യൂണിറ്റ് ആണ് ഡെസിമീറ്റർ. ഈ ഡെസിമീറ്ററിൽ നീളം പറയാം. വേറൊരു യൂണിറ്റ് ആണ് മീറ്റർ എന്ന് പറയുന്നത്. വസ്തുക്കളുടെ നീളം മീറ്ററിൽ നമുക്ക് പറയാം. അതേപോലെ തന്നെ ഡെക്കാമീറ്റർ, ഹെക്ടോമീറ്റർ, കിലോമീറ്റർ, ആങ്സ്ട്രം തുടങ്ങിയ യൂണിറ്റ്. വളരെ വലിയ നീളത്തിന് നമ്മൾ ആങ്സ്ട്രം എന്ന് പറയുന്ന യൂണിറ്റിൽ മെഷർ ചെയ്യും. ബഹിരാകാശത്തേക്കുള്ള ദൂരമൊക്കെ നമ്മൾ ആങ്സ്ട്രം എന്ന് പറയുന്ന യൂണിറ്റിലാണ് റെപ്രസെന്റ് ചെയ്യുക. അതേപോലെ തന്നെ വേറൊരു യൂണിറ്റ് ആണ് മൈക്രോൺ എന്ന് പറയുന്നത്. മൈക്രോൺ എന്ന് പറയുന്നത് ബാക്ടീരിയയുടെ ഒക്കെ സൈസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന, വളരെ ചെറിയ സൈസ് റെപ്രസെന്റ് ചെയ്യുന്ന യൂണിറ്റ് ആണ് മൈക്രോൺ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ലെങ്ത്തിന്റെ യൂണിറ്റുകൾ. മെട്രിക് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ലെങ്ത്തിന്റെ യൂണിറ്റ്. അത് മില്ലിമീറ്റർ, സെന്റിമീറ്റർ, ഡെസിമീറ്റർ, മീറ്റർ, ഡെക്കാമീറ്റർ, ഹെക്ടോമീറ്റർ, കിലോമീറ്റർ, ആങ്സ്ട്രോം, മൈക്രോൺ എന്ന് പറയുന്ന വിവിധ യൂണിറ്റുകൾ ഉപയോഗിക്കുന്നു. അതിന്റെ താഴെയുള്ള ഈ ടേബിളില് അതിന്റെ റിലേഷൻ ആണ് ഇനി പറയുന്നത്. വിവിധ യൂണിറ്റുകളുടെ ഇടയിലുള്ള റിലേഷൻ. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് മില്ലിമീറ്റർ ആണ്. ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വരുന്ന മില്ലിമീറ്റർ ആണ്. ഇവിടെ ഒരു സ്കെയിൽ കാണുന്നുണ്ട്. ഈ സ്കെയിലിന്റെ ഏറ്റവും താഴെ വരുന്ന ഡിവിഷൻ, സ്കെയിലിന്റെ താഴെയുള്ള ഡിവിഷനുകളിൽ ഏറ്റവും ചെറിയ ഡിവിഷൻ ആണ് 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു സ്കെയിലാണ്. ഇതിന്റെ താഴെ കുറേയധികം ചെറിയ ഡിവിഷനുകളുണ്ട്. അതിൽ ഒരു ഡിവിഷൻ ആണ് നമ്മൾ 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത്. അതാണ് മെഷർമെന്റിന്റെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കോമൺ മെഷർമെന്റിലെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്ന, അളക്കാനായിട്ട് സാധിക്കുന്ന ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് മില്ലിമീറ്റർ. ഇതിൽ ഒരു ഡിവിഷനെയാണ് 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത്. അതുപോലുള്ള 10 ഡിവിഷനുകൾ ചേർന്നാൽ, ഇതുപോലുള്ള ചെറിയ 10 ഡിവിഷനുകളുണ്ട്. 5, 6, 7, 8, 9, 10 ഡിവിഷനുകൾ ചേർന്ന് കഴിഞ്ഞാൽ ലഭിക്കുന്ന ഒരു നീളമുണ്ട്. ആ നീളത്തിനെയാണ് 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. അപ്പം 10 മില്ലിമീറ്റർ ഈക്വൽ ടു 1 സെന്റിമീറ്റർ. ഇവിടെ നോക്കുക, ഈ ചെറിയ ഡിവിഷനുകൾ 10 എണ്ണം ചേർന്നതാണ് ഒരു വലിയ ഡിവിഷൻ. ആ വലിയ ഡിവിഷനെ നമ്മൾ 1 സെന്റിമീറ്റർ എന്ന് പറയും. വീണ്ടും 10 ചെറിയ ഡിവിഷനുകൾ ചേർന്ന് ഒരു വലിയ ഡിവിഷനായി 1 സെന്റിമീറ്റർ ആയി. അപ്പോൾ ഒന്നാമത്തെ റിലേഷൻ എന്ന് പറയുന്നത് 10 മില്ലിമീറ്റർ ഈക്വൽ ടു 1 സെന്റിമീറ്റർ.
അതുപോലെയുള്ള 10 സെന്റിമീറ്ററുകൾ ചേർന്നതാണ് ഒരു ഡെസിമീറ്റർ. 10 സെന്റിമീറ്റർ ഈക്വൽ ടു 1 ഡെസിമീറ്റർ. ഇവിടെ നോക്കാം, ഇവിടെ 1 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത് 10 മില്ലിമീറ്റർ അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ. 2 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത് 2 സെന്റിമീറ്റർ. 3, 4, 5, 6, 7, 8, 9, 10. 10 സെന്റിമീറ്റർ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 10 സെന്റിമീറ്ററിൽ ഓരോ സെന്റിമീറ്ററിലും 10 മില്ലിമീറ്റർ വീതം മൊത്തം 100 മില്ലിമീറ്റർ ഇതിനകത്ത് ഉണ്ട്. അപ്പൊ ഇതൊരു 10 സെന്റിമീറ്റർ നീളമാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം 10 സെന്റിമീറ്റർ ഈക്വൽ ടു 1 ഡെസിമീറ്റർ. അപ്പൊ ഈ സ്കെയിലിനെ നമുക്ക് 1 ഡെസിമീറ്റർ സ്കെയിൽ എന്ന് പറയാം. അപ്പൊ 3 എണ്ണത്തിന്റെ റിലേഷനായി മില്ലിമീറ്റർ, സെന്റിമീറ്റർ ആൻഡ് ഡെസിമീറ്റർ. ഒരു ചെറിയ ഡിവിഷൻ മില്ലിമീറ്റർ, 10 ചെറിയ ഡിവിഷനുകൾ ചേർന്ന് കഴിഞ്ഞാൽ ഒരു സെന്റിമീറ്റർ, 10 സെന്റിമീറ്റർ ചേർന്ന് കഴിഞ്ഞാൽ ഒരു ഡെസിമീറ്റർ. ഇതാണ് 3 എണ്ണം തമ്മിലുള്ള റിലേഷൻ. അതുപോലെ തന്നെ 10 ഡെസിമീറ്ററുകൾ ചേർന്ന് കഴിഞ്ഞാൽ ഒരു മീറ്റർ ആയി. 10 ഡെസിമീറ്റർ ഈക്വൽ ടു 1 മീറ്റർ. ഇതുപോലെയുള്ള 10 സ്കെയിലുകൾ, ഇത് 1 ഡെസിമീറ്റർ ആണ്. അപ്പൊ 10 ഡെസിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള 10 സ്കെയിലുകൾ നേരെ നേരെ വെച്ച് കഴിഞ്ഞാൽ ലഭിക്കുന്ന നീളം, അതിനാണ് നമ്മൾ 1 മീറ്റർ എന്ന് പറയുന്നത്. 10 ഡെസിമീറ്റർ ഈക്വൽ ടു 1 മീറ്റർ. അതുപോലെ 10 മീറ്റർ, 10 മീറ്റർ ദൂരത്തിന് നമ്മൾ പറയുന്നതാണ്, 10 മീറ്റർ നീളത്തിന് നമ്മൾ പറയുന്നതാണ് ഒരു ഡെക്കാമീറ്റർ എന്നാണ് പറയുന്നത്. 10 മീറ്റർ ഈക്വൽ ടു 1 ഡെക്കാമീറ്റർ. അതുപോലെ തന്നെ 10 ഡെക്കാമീറ്റർ ഈക്വൽ ടു 1 ഹെക്ടോമീറ്റർ. 10 ഡെക്കാമീറ്റർ ഈക്വൽ ടു 1 ഹെക്ടോമീറ്റർ. 10 ഹെക്ടോമീറ്റർ ഈക്വൽ ടു 1 കിലോമീറ്റർ എന്ന് നമുക്ക് പറയാം. 10 ഹെക്ടോമീറ്റർ ഈക്വൽ ടു 1 കിലോമീറ്റർ. അതുപോലെ തന്നെ 1000 മീറ്ററിനെയാണ് നമ്മൾ 1 കിലോമീറ്റർ എന്ന് പറയുന്നത്. 1000 മീറ്ററിനെയാണ് 1 കിലോമീറ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു യൂണിറ്റ് ആണ് ആങ്സ്ട്രം യൂണിറ്റ് എന്ന് പറയുന്നത്. 1 ആങ്സ്ട്രം, അതിന്റെ സിമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 1 ആങ്സ്ട്രം എന്ന് പറഞ്ഞാൽ 10⁻10 മീറ്റർ. 10⁻10 മീറ്റർ, അതായത് 10നെ 10 പ്രാവശ്യം ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ദൂരം എത്രയാണോ സംഖ്യ കിട്ടുന്നത് അത്രയും മീറ്റർ. അതായത് 1 കഴിഞ്ഞിട്ട് 10 പൂജ്യമുള്ള ഒരു സംഖ്യ, വലിയൊരു സംഖ്യയാണ്, അത്രയും മീറ്റർ. അതാണ് ഒരു ആങ്സ്ട്രം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം. യൂണിറ്റുകള് മില്ലിമീറ്റർ, സെന്റിമീറ്റർ, ഡെസിമീറ്റർ, മീറ്റർ, ഡെക്കാമീറ്റർ, ഹെക്ടോമീറ്റർ, കിലോമീറ്റർ, ആങ്സ്ട്രം, മൈക്രോൺ എന്ന് പറയുന്ന യൂണിറ്റുകൾ നീളത്തിന്റെ യൂണിറ്റുകളായിട്ടുണ്ട്. 10 മില്ലിമീറ്റർ ചേർന്ന് കഴിഞ്ഞാൽ 1 സെന്റിമീറ്റർ ആയി. 10 സെന്റിമീറ്റർ ചേർന്ന് കഴിഞ്ഞാൽ 1 ഡെസിമീറ്റർ ആയി. 10 ഡെസിമീറ്റർ ചേർന്നാൽ 1 മീറ്റർ ആയി. 10 മീറ്ററിനെ 1 ഡെക്കാമീറ്റർ എന്നും 10 ഡെക്കാമീറ്ററിനെ 1 ഹെക്ടോമീറ്റർ എന്നും 10 ഹെക്ടോമീറ്ററിനെ 1 കിലോമീറ്റർ എന്നും 1000 മീറ്ററിനെ 1 കിലോമീറ്റർ എന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഒരു ആങ്സ്ട്രം എന്ന് പറഞ്ഞാൽ, ഒരു ആങ്സ്ട്രം ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻10, 1 കഴിഞ്ഞിട്ട് 10 പൂജ്യമുള്ള സംഖ്യ, അത്രയും മീറ്റർ ദൂരം. അതുപോലെ തന്നെ 1 മൈക്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻6 മീറ്റർ. 10⁻6 മീറ്റർ, അതായത് ദശാംശം കഴിഞ്ഞിട്ട് 5 പൂജ്യവും ശേഷം ഒരു 1ഉം, ദശാംശം കഴിഞ്ഞ് 5 പൂജ്യവും ശേഷം 1ഉം എത്രയാണോ വരുന്നത് അത്രയും മീറ്റർ. ഏകദേശം ഒരു മീറ്ററിന്റെ 10 ലക്ഷത്തിൽ 1. ഒരു മീറ്ററിനെ 10 ലക്ഷം ചെറിയ ഭാഗങ്ങളാക്കി കഴിഞ്ഞാൽ അതിൽ ഒരു ഭാഗത്തിന്റെ നീളം എത്രത്തോളം വരുമോ അതിനാണ് ഒരു മൈക്രോൺ അല്ലെങ്കിൽ മൈക്രോമീറ്റർ എന്ന് പറയുന്നത്. അത്രത്തോളം ചെറിയ യൂണിറ്റ് ആണ്. നമ്മൾ ബാക്ടീരിയകളുടെ ഒക്കെ സൈസ് പറയുന്ന യൂണിറ്റ് ആണ് മൈക്രോൺ അല്ലെങ്കിൽ മൈക്രോമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ലെങ്ത്തിന്റെ യൂണിറ്റുകളും അവയുടെ ഇടയിലുള്ള ബന്ധവും. അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും എന്നുള്ളത് ഇതിൽ നിന്നും മനസ്സിലാക്കുക, ഈ ഒരു ടേബിളിൽ നിന്നും മനസ്സിലാക്കണം. അടുത്ത വരുന്ന യൂണിറ്റ്സ് ഓഫ് ലെങ്ത് ഇൻ ബ്രിട്ടീഷ് സിസ്റ്റം. യൂണിറ്റ്സ് ഓഫ് ലെങ്ത് ഇൻ ബ്രിട്ടീഷ് സിസ്റ്റം. നമ്മൾ ആദ്യം പറഞ്ഞത് മെട്രിക് സിസ്റ്റം ആണ്. അതിൽ മീറ്റർ ആയിരുന്നു അടിസ്ഥാനപരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ ബ്രിട്ടീഷ് സിസ്റ്റമാണ്, മറ്റൊരു സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. ഇതിനെ നമ്മൾ ബ്രിട്ടീഷ് സിസ്റ്റം എന്നാണ് പറയുന്നത്.
ഈ ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ് ഏറ്റവും ചെറിയ യൂണിറ്റ് ഇഞ്ച്, അതുപോലെ തന്നെ ഫീറ്റ്, യാർഡ്, ഫാത്തം, ഫർലോങ്, മൈല്, നോട്ട് എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള യൂണിറ്റുകൾ ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇഞ്ച്, ഫീറ്റ്, യാർഡ്, ഫാത്തം, ഫർലോങ്, മൈൽ, നോട്ട്. ഇതാണ് ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ നീളം അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ആ ബ്രിട്ടീഷ് സിസ്റ്റം ആണ് ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അവിടെ മില്ലിമീറ്റർ എന്നോ സെന്റിമീറ്റർ എന്നോ മീറ്റർ എന്നോ കിലോമീറ്റർ എന്നോ എന്ന് നമുക്ക് നീളം പറയാനായിട്ട് സാധിക്കില്ല. ഈ പറയുന്ന യൂണിറ്റുകളിലാണ് നമ്മൾ പറയേണ്ടത്. ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് ബ്രിട്ടീഷ് സിസ്റ്റത്തിലെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് ഇഞ്ച് എന്ന് പറയുന്നത്. നീളം അളക്കുന്നതിനുള്ള ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് ഇഞ്ച് എന്ന് പറയുന്നത്. അത് നമ്മൾ തൊട്ടു മുന്നേ ഉള്ള സ്കെയിലിൽ കണ്ടിരുന്നു. ഈ ഒരു സ്കെയിലിൽ ആ ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. താഴെ മീറ്റർ, മില്ലിമീറ്ററും സെന്റിമീറ്ററും ഒരു ഡെസിമീറ്ററും ഉണ്ടായിരുന്നു. മുകളിലുള്ള സ്കെയിൽ നോക്കി ഇതിൽ 1, 2, 3, 4 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡിവിഷനാണ് ഒരു ഇഞ്ച് എന്ന് പറയുന്നത്. ഈ ഒരു ഡിവിഷനാണ് ഇഞ്ച് എന്ന് പറയുന്നത്. 1 മുതൽ 2 വരെയുള്ള ഒരു ഡിവിഷൻ 1 ഇഞ്ചാണ്. 2 മുതൽ 3 വരെയുള്ള ഒരു ഡിവിഷൻ 1 ഇഞ്ചാണ്. 3 മുതൽ 4 വരെയുള്ള ഒരു ഡിവിഷൻ ഉണ്ട്. ആ 4 വരെയുള്ള ഡിവിഷനുകൾ 4 ഇഞ്ചുകൾ ഈ സ്കെയിലിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ചെറിയ ദൂരമാണ്, ഇത്രയും ദൂരമാണ് ഒരു ഇഞ്ച് എന്ന് പറയുന്നത്. ഈ സ്കെയിലിൽ 4 ഇഞ്ചുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ദൂരത്തിനെയാണ് ഒരു ഇഞ്ച് എന്ന് പറയുന്നത്. അതിന് താഴെ ആയിട്ട് നമുക്ക് മെട്രിക് സിസ്റ്റത്തിലുള്ള സ്കെയിൽ നമുക്ക് കാണാം. ഏകദേശം 2.54 സെന്റിമീറ്റർ, 2ന്റെയും 3ന്റെയും ഇടയിൽ വരുന്ന സെന്റിമീറ്റർ ദൂരത്തിലാണ് ഒരു ഇഞ്ച് ഇരിക്കുന്നത്. അത്രത്തോളം ദൂരം, ഏകദേശം 2.5 സെന്റിമീറ്റർ ദൂരമാണ് ഏകദേശം ഒരു ഇഞ്ച് എന്ന് പറയുന്നത്. അതായത് മെട്രിക് സിസ്റ്റത്തിലെ ഏറ്റവും ചെറിയ യൂണിറ്റിനേക്കാളും കുറെ വലുതാണ് ബ്രിട്ടീഷ് സിസ്റ്റത്തിലെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത്. മെട്രിക് സിസ്റ്റത്തിലെ ഏറ്റവും ചെറിയ യൂണിറ്റ് 1 മില്ലിമീറ്റർ ആണ്, ചെറിയ ഡിവിഷൻ ആണ്. എന്നാൽ ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ വരുന്ന ഏറ്റവും ചെറിയ ഡിവിഷൻ 1 ഇഞ്ച്, അത് ആ 1 മില്ലിമീറ്ററിനേക്കാളും കുറെ വലുതാണ്, ഏകദേശം 25 മടങ്ങ് വലുത് ആണ്. അപ്പൊ ഈ ദൂരമാണ് 1 ഇഞ്ച് എന്ന് പറയുന്നത്. ഇവിടെ 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. റിലേഷൻ 12 ഇഞ്ചസ് 12 ഇഞ്ചസ് ഈക്വൽ ടു 1 ഫൂട്ട്, ഒരു അടി എന്ന് പറയാം. 12 ഇഞ്ചസ് തൊട്ട് മുന്നത്തെ സ്കെയിലില് കാണിച്ചു തന്നു, 4 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇതുപോലെയുള്ള 3 സ്കെയിലുകൾ നേരെ നേരെ വെച്ച് കഴിഞ്ഞാൽ ലഭിക്കുന്ന നീളമാണ് 3 × 4 12 ഇഞ്ച് എന്ന് പറയുന്നത്. ഇതിപ്പം 4 ഇഞ്ചാണ് ഉള്ളത്. ഇതുപോലെയുള്ള 3 സ്കെയിലുകൾ നേരെ നേരെ വെച്ച് കഴിഞ്ഞാൽ ലഭിക്കുന്ന നീളം, അതാണ് 12 ഇഞ്ച് എന്ന് പറയുന്നത്. ആ 12 ഇഞ്ച് നീളത്തിന് പറയുന്ന പേരാണ് 1 ഫൂട്ട്, ഒരു അടി നീളം എന്ന് പറയുന്നത്. ഒരു അടി നീളം എന്ന് പറയുന്നത് 12 ഇഞ്ചുകൾ ചേർന്നതാണ് ഒരു അടി നീളം, 1 ഫൂട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 3 ഫീറ്റ്, 3 അടികൾ ചേർന്ന് കഴിഞ്ഞാൽ ഉള്ള ദൂരം. സിംഗുലർ ആകുമ്പോൾ നമ്മൾ അതിനെ ഫൂട്ട് എന്ന് പറയും. ഒന്നാണെങ്കിൽ ഫൂട്ട് എന്ന് പറയും, ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ഫീറ്റ് എന്ന് പറയും. അത് പ്ലൂറലായിട്ട് മാറി. അപ്പോൾ ഇതുപോലെയുള്ള ഫീറ്റ് 3 എണ്ണം ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ലഭിക്കുന്ന ദൂരത്തിനാണ് ഒരു യാർഡ് ദൂരം എന്ന് പറയുന്നത്. 3 ഫീറ്റ് ചേർന്നാണ് ഒരു യാർഡ് എന്ന് പറയുന്നത്. 6 ഫീറ്റ് ചേർന്നാണ് ഒരു ഫാത്തം എന്ന് പറയുന്നത്. 6 ഫീറ്റ് ചേർന്ന ഒരു ഫാത്തം, 3 ഫീറ്റ് ചേർന്നത് ഒരു യാർഡ്. അതുപോലെ തന്നെ ഇതുപോലെയുള്ള യാർഡുകൾ 220 എണ്ണം ചേർന്നതിന് നമ്മൾ ഒരു ഫർലോങ് ദൂരം എന്ന് പറയും. 220 യാർഡ് ഈക്വൽ ടു 1 ഫർലോങ് എന്ന് പറയും. അതുപോലെ 1760 യാർഡ്, 1760 യാർഡ് ഈക്വൽ ടു 1 മൈൽ, ഒരു മൈൽ ദൂരം എന്ന് പറയും. 1760 യാർഡ് ഈക്വൽ ടു 1 മൈൽ. 5280 ഫീറ്റ് ഈക്വൽ ടു 1 മൈൽ. അതുപോലെ തന്നെ 6080 ഫീറ്റിനാണ് ഒരു നോട്ട് എന്ന് പറയുന്നത്. 6080 ഫീറ്റ് ഒരു നോട്ട്. ഈ റിലേഷനുകൾ ഇതുപോലെ കാണാതെ പഠിക്കണം. യൂണിറ്റുകൾ ഇഞ്ച്, ഫീറ്റ്, യാർഡ്, മൈല്, ഫർലോങ്, ഫാത്തം, നോട്ട് തുടങ്ങിയവയാണ്
യൂണിറ്റുകൾ, ആ യൂണിറ്റുകളുടെ ഇടയിലുള്ള ഈ റിലേഷൻ കൂടി കാണാതെ പഠിക്കണം, എഴുതിയെടുത്ത് കാണാതെ പഠിക്കണം. അപ്പൊ ഇതാണ് ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ ലെങ്ത് മെഷർ ചെയ്യുന്നതിനുള്ള യൂണിറ്റുകൾ. ഇനിയുള്ളത് യൂണിറ്റ് കൺവേർഷൻസ് ഓഫ് ലെങ്ത്. നീളത്തിന്റെ യൂണിറ്റുകൾ എങ്ങനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുക? കൺവേർട്ട് ചെയ്യുന്നത് മെട്രിക് സിസ്റ്റം ടു ബ്രിട്ടീഷ് സിസ്റ്റം, അതുപോലെ തന്നെ ബ്രിട്ടീഷ് സിസ്റ്റം ടു മെട്രിക് സിസ്റ്റം. നമ്മൾ മെട്രിക് സിസ്റ്റവും ബ്രിട്ടീഷ് സിസ്റ്റവും സെപ്പറേറ്റ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിലുള്ള യൂണിറ്റുകളും അതിലെ യൂണിറ്റുകൾ തമ്മിലുള്ള ബന്ധവുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇനി പറയുന്നത് ഈ മെട്രിക് സിസ്റ്റത്തിൽ നിന്നും ബ്രിട്ടീഷ് സിസ്റ്റത്തിലേക്ക് എങ്ങനെ മാറ്റാം, അല്ലെങ്കിൽ അതിന് തുല്യമായത് എന്താണ്? ഒരു മെട്രിക് സിസ്റ്റത്തിലെ ഒരു യൂണിറ്റിന് തുല്യമായിട്ടുള്ള ബ്രിട്ടീഷ് സിസ്റ്റത്തിലെ യൂണിറ്റും ബ്രിട്ടീഷ് സിസ്റ്റത്തിലെ ഒരു യൂണിറ്റിന് തുല്യമായിട്ടുള്ള മെട്രിക് സിസ്റ്റത്തിലെ യൂണിറ്റുകളും എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ മെട്രിക് ടു ബ്രിട്ടീഷ് സിസ്റ്റം, മെട്രിക് സിസ്റ്റത്തിൽ നിന്നും ബ്രിട്ടീഷ് സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ആദ്യം കൊടുത്തിട്ടുള്ളത് സെന്റിമീറ്ററും ഇഞ്ചും തമ്മിലുള്ള ബന്ധമാണ് കൊടുത്തിട്ടുള്ളത്. സെന്റിമീറ്ററും ഇഞ്ചും തമ്മിലുള്ള ബന്ധം. മെട്രിക് സിസ്റ്റത്തിലെ ഒരു യൂണിറ്റ് ആയിരുന്നു സെന്റിമീറ്റർ, ബ്രിട്ടീഷ് സിസ്റ്റത്തിലെ ഒരു യൂണിറ്റ് ആയിരുന്നു ഇഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ 1 സെന്റിമീറ്റർ ഈക്വൽ ടു 0.3937 ഇഞ്ച് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഇഞ്ചിന്റെ 0.3937 ഭാഗം മാത്രമാണ് ഒരു സെന്റിമീറ്റർ എന്ന് പറയുന്നത്. അത് നേരെ തിരിച്ചു എഴുതാം. 1 സെന്റിമീറ്റർ ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 0.3937 സെന്റിമീറ്റർ എന്നും നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ആ രീതിയിൽ നേരെ തിരിച്ചും എഴുതാം. അതുപോലെ തന്നെ 1 മീറ്റർ ഈക്വൽ ടു, മീറ്ററും യാർഡും തമ്മിലുള്ള ബന്ധം, മീറ്ററും ഫീറ്റും തമ്മിലുള്ള ബന്ധം, മീറ്ററും ഫർലോങ്ങും തമ്മിലുള്ള ബന്ധവും മീറ്ററും ഫാത്തവും തമ്മിലുള്ള ബന്ധവുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതും കാണാപ്പാഠം പഠിക്കേണ്ടതാണ്. 1 മീറ്റർ ഈക്വൽ ടു 1.094 യാർഡ്, which is equal to 3.281 feet, 6.21 into 10 raised to minus 4 furlong, 4.971 into 10 raised to minus 3 furlong. അതുപോലെ തന്നെ 0.5468 ഫാത്തം. ഇത് വ്യത്യസ്ത യൂണിറ്റുകളിൽ ഉള്ള റിലേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു മീറ്ററിന് സമമായിട്ടുള്ള യൂണിറ്റുകൾ ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ തുല്യമായത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കിലോമീറ്റർ ഈക്വൽ ടു 0.6214 മൈൽ അല്ലെങ്കിൽ 4.971 ഫർലോങ്. ഇതാണ് മെട്രിക് ടു ബ്രിട്ടീഷ് സിസ്റ്റം റിലേഷൻ കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തത് ബ്രിട്ടീഷ് ടു മെട്രിക് സിസ്റ്റം റിലേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ബ്രിട്ടീഷ് സിസ്റ്റത്തിലെ ഒരു യൂണിറ്റും മെട്രിക് സിസ്റ്റത്തിലെ യൂണിറ്റും തമ്മിലുള്ള ബന്ധം. മെട്രിക് സിസ്റ്റത്തിലെ ചെറിയ യൂണിറ്റ് ഇഞ്ച്, 1 ഇഞ്ച് എന്ന് പറയുന്നത് മെട്രിക് സിസ്റ്റത്തിലെ 2.54 സെന്റിമീറ്ററിന് തുല്യം ആണ്. സ്കെയിൽ എടുത്തപ്പോൾ ഞാൻ കാണിച്ചു, ആ സ്കെയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. 1 ഇഞ്ച് ഈക്വൽ ടു 2.54 സെന്റിമീറ്റർ. ഒരു ഫൂട്ട് എന്ന് പറയുന്നത് 30.48 സെന്റിമീറ്റർ ആണ്. കാരണം ഒരു ഫൂട്ടിൽ 12 ഇഞ്ച് ഉണ്ട്. 1 ഇഞ്ച് എന്ന് പറയുന്നത് 2.54 ആണ്. അപ്പോൾ ഒരു ഫൂട്ട് എന്ന് പറയുന്നത് 12 ഇൻറ്റു 2.54 സെന്റിമീറ്റർ, ഏകദേശം 30.48 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഒരു 1 ഫൂട്ട് ഈക്വൽ ടു 30.48 സെന്റിമീറ്റർ. അതുപോലെ 1 യാർഡ് ഈക്വൽ ടു, 1 യാർഡ് എന്ന് പറയുന്നത് 3 ഫീറ്റ് ആണ്. 1 യാർഡ് ഈക്വൽ ടു 0.9144 മീറ്റർ. ഒരു മീറ്ററിന്റെ 0.9144 ഭാഗമാണ് ഒരു യാർഡ് എന്ന് പറയുന്നത്. ഒരു ഫാത്തം എന്ന് പറയുന്നത് 6 ഫീറ്റ് ആണ്. ഒരു യാർഡ് എന്ന് പറയുന്നത് 3 ഫീറ്റ് ആണ്. അപ്പോൾ ഒരു യാർഡ് എത്ര മീറ്റർ ആയിരുന്നോ അതിന്റെ ഇരട്ടിയാണ് ഒരു ഫാത്തം എന്ന് പറയുന്നത്. അതായത് 0.9144ന്റെ ഇരട്ടി, 1.829 മീറ്റർ ആണ് ഒരു ഫാത്തം. അതുപോലെ തന്നെ 1 ഫർലോങ് എന്ന് പറയുന്നത് 201.17 മീറ്റർ, 201.17 മീറ്റർ. ഒരു മൈൽ എന്ന് പറയുന്നത് 1.6093 കിലോമീറ്റർ. 1 മൈൽ ഈക്വൽ ടു 1.6093 കിലോമീറ്റർ. അതുപോലെ തന്നെ മറ്റൊരു യൂണിറ്റ് ആണ് ചെയിൻ എന്ന് പറയുന്നത്. 1 ചെയിൻ ഈക്വൽ ടു 20.117 മീറ്റർ. അപ്പോൾ മെട്രിക് സിസ്റ്റത്തിലുള്ള യൂണിറ്റുകളും ബ്രിട്ടീഷ് സിസ്റ്റത്തിലുള്ള യൂണിറ്റുകളും
ഈ രണ്ട് യൂണിറ്റുകളുടെയും ഇടയിലുള്ള കൺവേർഷൻസ് കൂടി കാണാപ്പാഠം പഠിച്ചു വെക്കണം. ഒരു രണ്ട് എക്സാമ്പിളുകളിൽ കൂടി പറയാം. ഒന്നാമത്തത് കൺവേർട്ട് 1.05 മില്ലിമീറ്റർ ഇൻറ്റു ഇഞ്ച്. 1.05 മില്ലിമീറ്ററിനെ ഇഞ്ചിലേക്ക് മാറ്റി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും? അതായത് ഈ മില്ലിമീറ്റർ എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ ഇഞ്ച് എന്നാക്കി മാറ്റണം. ഈ 1 മില്ലിമീറ്ററിന് തുല്യമായിട്ടുള്ള ഇഞ്ച് എത്രയാണോ അത് ഇവിടെ ചേർത്ത് 1.05 കൊണ്ട് ഗുണിക്കണം. അപ്പൊ മില്ലിമീറ്ററിനെയാണ് നമുക്ക് മാറ്റേണ്ടത്. അപ്പൊ മില്ലിമീറ്ററും ഇഞ്ചും തമ്മിലുള്ള റിലേഷൻ നമുക്ക് എടുക്കണം. അപ്പൊ നമ്മളെ ടേബിളിൽ മില്ലിമീറ്ററും ഇഞ്ചും തമ്മിലുള്ള നേരിട്ടുള്ള റിലേഷൻ തന്നിട്ടില്ലായിരുന്നു. പക്ഷെ വേറൊന്നും തന്നിട്ടുണ്ട്. ഇഞ്ചും സെന്റിമീറ്ററും തമ്മിലുള്ള റിലേഷൻ തന്നിട്ടുണ്ട്. 1 ഇഞ്ച് ഈക്വൽ ടു 2.54 സെന്റിമീറ്ററും തന്നിട്ടുണ്ടായിരുന്നു. 1 ഇഞ്ച് ഈക്വൽ ടു 2.54 സെന്റിമീറ്റർ ആൻഡ് 1 ഇഞ്ച് ഈക്വൽ ടു 25.4 മില്ലിമീറ്റർ. ഒരു സെന്റിമീറ്റർ എന്ന് പറയുന്നത് 10 മില്ലിമീറ്റർ ആണ്. അതുകൊണ്ട് 2.54 ഇൻറ്റു 10 മില്ലിമീറ്റർ, അപ്പോൾ 25.4 മില്ലിമീറ്റർ. ഇപ്പൊ ഇഞ്ചും മില്ലിമീറ്ററും തമ്മിലുള്ള ബന്ധം കിട്ടി. 1 ഇഞ്ച് ഈക്വൽ ടു 25.4 മില്ലിമീറ്റർ. പക്ഷെ നമുക്ക് നേരെ തിരിച്ചാണ് വേണ്ടത്. 1 മില്ലിമീറ്റർ ഈക്വൽ ടു ഹൗ മച്ച് ഇഞ്ച്. അപ്പൊ മില്ലിമീറ്ററിന് അവിടെ നിർത്തിയിട്ട് ഈ ഒരു മില്ലിമീറ്ററിന് അവിടെ നിർത്തിയിട്ട് 25.4നെ ഇടതുവശത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ 1 മില്ലിമീറ്റർ ഈക്വൽ ടു ഈ 25.4 ഇടതുവശത്ത് വരുമ്പം 1/25.4 എന്നായിട്ട് മാറി. 1ന്റെ അടിയിലേക്ക് വരും. 1/25.4 ഇഞ്ച് എന്നായിട്ട് മാറും. അപ്പോൾ 1 മില്ലിമീറ്റർ ഈക്വൽ ടു 1/25.4 ഇഞ്ച് എന്നായിട്ട് മാറും. അപ്പോൾ നമുക്കിവിടെ കൺവേർട്ട് ചെയ്യാം. 1.05 മില്ലിമീറ്റർ ഈക്വൽ ടു 1.05 ഇൻറ്റു 1 മില്ലിമീറ്ററിന് പകരം കൊടുക്കാം. 1 മില്ലിമീറ്ററിന് പകരം കിട്ടിയത് 1/25.4 ഇഞ്ച് ഈക്വൽ ടു 1.05 ഇൻറ്റു 1 ഈക്വൽ ടു 1.05 ഡിവൈഡഡ് ബൈ 25.4 ഇഞ്ച്. അപ്പോൾ അതിന് ആൻസർ 0.014134 എന്ന് കിട്ടും. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് രണ്ടാമത്തത്. കൺവേർട്ട് 0.97 മീറ്റർ ഇൻറ്റു ഫീറ്റ്. കൺവേർട്ട് 0.97 മീറ്റർ ഇൻറ്റു ഫീറ്റ്. മീറ്ററിനെ ഫീറ്റിലേക്ക് മാറ്റണം. ഒരു മീറ്ററിന് തുല്യമായിട്ടുള്ള ഫീറ്റ് എന്ന് പറയുന്നത് 3.281 ആണ്. ഈ ഒരു മീറ്ററിനെ ഫീറ്റിലേക്ക് മാറ്റണം. ഒരു മീറ്റർ ഈക്വൽ ടു 3.281 ഫീറ്റ് എന്ന് ടേബിളിൽ നിന്ന് കിട്ടും. അപ്പം 0.97 മീറ്റർ ഈക്വൽ ടു 0.97 ഇൻറ്റു ഈ ഒരു മീറ്ററിന് പകരം 3.281 ഫീറ്റ് എന്ന് കൊടുക്കുക. 3.281 ഫീറ്റ്. ഈ നമ്പറുകൾ തമ്മിൽ ഗുണിക്കുക, ഫീറ്റ് ചേർക്കുക. 0.97 ഇൻറ്റു 3.281 ഈക്വൽ ടു 3.18257 ഫീറ്റ് എന്ന് കിട്ടും. ഒന്നും കൂടിയുണ്ട്. കൺവേർട്ട് 6.28 കിലോമീറ്റർ ഇൻറ്റു യാർഡ്. കിലോമീറ്ററിനെ യാർഡിലേക്ക് മാറ്റണം. കിലോമീറ്ററിനെ യാർഡിലേക്ക് മാറ്റണം. നമുക്ക് കിലോമീറ്ററും യാർഡും തമ്മിൽ നേരിട്ടുള്ള ബന്ധം ടേബിളിൽ ഇല്ല. ടേബിളിൽ ഉള്ളത് മീറ്ററും യാർഡും തമ്മിലുള്ള ബന്ധമുണ്ട്. അതിങ്ങനെയായത് 1 മീറ്റർ ഈക്വൽ ടു 1.094 യാർഡ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കിലോമീറ്ററിന് ആദ്യം മീറ്ററിലേക്ക് മാറ്റുക. കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ വേണ്ടി 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1 കിലോമീറ്റർ ഈക്വൽ ടു 1000 മീറ്റർ എന്ന് കിട്ടും. ഇപ്പൊ 6.28 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 6.28 ഇൻറ്റു 1000 മീറ്റർ എന്നായിട്ട് മാറി. ഇനി നമ്മൾ ഈ 1 മീറ്ററിന് പകരം 1.094 യാർഡ് എന്ന് ചേർക്കുക. ഇപ്പൊ 6.28 ഇൻറ്റു 1000 ഇൻറ്റു 1.094 യാർഡ് ഗുണിച്ചു കഴിഞ്ഞാൽ 6870.32 യാർഡ് എന്ന് കിട്ടും. അപ്പൊ ഇതുപോലുള്ള കൺവേർഷൻ പ്രോബ്ലങ്ങളിൽ എന്താണ് ചോദ്യത്തിലുള്ള യൂണിറ്റ്, ആ യൂണിറ്റിന് തുല്യമായിട്ട് ഉള്ള ആവശ്യപ്പെടുന്ന യൂണിറ്റിലേക്ക് മാറ്റിയതിനു ശേഷം ആ നമ്പറുകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസറിലേക്ക് വരും. അപ്പൊ ഈ ലെസൺ ഇവിടെ തീർന്നു. നമുക്കിനി അടുത്ത ലെസൺ ഉള്ളത് യൂണിറ്റ്സ് ഓഫ് ഏരിയ, അതായത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആയിട്ടുള്ള ഏരിയയുടെ യൂണിറ്റുകൾ എങ്ങനെയൊക്കെയാണ്,
വരിക എന്നുള്ളതാണ് അടുത്ത ലെസണിൽ പറയാനുള്ളത്.